take this opportunity to present and honor for you multifaceted personalities for their valuable contribution to Malayalam film industry. Inviting all to this function. Good evening, ladies and gentlemen. എല്ലാവർക്കും നമസ്കാരം. ഈ റോമനിലെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം 1973 തൊട്ട് 1972 വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു. എന്റെ കൂടെ പഠിച്ച ജൂനിയർ ക്യാമറമാൻ സ്കൂളിൽ ഒന്നിച്ച് 2 ജൂനിയറായിട്ട് പഠിച്ചവരാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആ 2 വർഷവും പിന്നെ ഞാൻ സർട്ടിഫൈഡാണ് ആദ്യം ശിവാനന്ദ സാധനമാണ്. അപ്പോഴത്തേക്ക് സിനിമ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ 50 വർഷം ആ 2 വർഷം എന്നെ ഈ ബാംഗ്ലൂർ സിനിമകളൊക്കെ ഈ പറഞ്ഞ ഇവിടെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്റെ അഭിനയിക്കാൻ പറ്റി. നല്ലൊരു ജീവിതവും മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനും ഭാര്യ നോക്കാനൊക്കെ പറ്റി. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്റെ ഭാര്യമാണെങ്കിൽ 3 പേരെ അവിടെ വെച്ച് ബാക്കിയില്ലാതെ അവരുടെ പേര് ഞാൻ പറയുന്നു. അവരത് കണക്ട് ചെയ്ത് വിചാരിക്കുന്നു അടുത്ത വർഷം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന പറയുന്നത് ഞാൻ 73 അടയാളം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതിന് ശേഷം ചാൻസലറായിട്ട് എല്ലായിടത്തും അന്വേഷിച്ചിറക്കുമ്പോൾ ശ്രീവാനന്ദ സാറിന്റെ വീട്ടില് ഞാൻ എന്റെ ആൽബം ആയിട്ട് ചേർന്നത്. പുള്ളി ആദ്യം എന്റെ ചോദിച്ചത് ഇയാളുടെ വീട്ടിൽ കണ്ണാടിയില്ല, ഇയാൾ ഈ 2 കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് ഇയാളുടെ അച്ഛനെ അമ്മയെ പ്രയോഗിക്കാൻ പറ്റിയാണ്. ഇന്ന് വൈകുന്നേരത്തെ ട്രിവാൻഡ്രം നാട്ടിൽ പോകുന്നു. ആദ്യമായിട്ട് കാണുന്നത് അമ്മയോട് റെക്കമെൻഡ് ചെയ്തിട്ടത് എന്റെ ക്ലാസ്മേറ്റുകളായിട്ട് 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ച മോഹം കലിക്കുകയാണ്. ഞാൻ പോയി. പക്ഷെ എന്റെ നമ്പർ വാങ്ങിച്ചു പുള്ളി 1 കുറച്ച് പിന്നെ ഒരു ഫോൺ വന്നു. ഇവിടെ എന്റെ മോഹിനിയായിട്ടുള്ള പടം നടക്കുന്നത് എനിക്ക് ഒരു വേഷമുണ്ട്. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന നായകനൊന്നുമല്ല, ഒരു സീനൊക്കെയുണ്ട്, താല്പര്യമുണ്ട്. ഞങ്ങൾ വരാം സാർ. ഇങ്ങനെ ഞാൻ ആദ്യം അഭിനയിച്ചു ഒരു സീൻ. അത് കഴിഞ്ഞാൽ ഞാൻ വളരെ സാർ എന്നെ എത്രയും പറഞ്ഞു എന്തിനാണ് വിളിച്ചത്. അല്ല എന്റെ ഭാര്യ എന്നെ മോളിന്റെ കട്ടം മാറ്റി നോക്കുമ്പോ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്നുണ്ട്. അപ്പോ എന്റെ ഭാര്യ പറഞ്ഞു അയാൾ നേരെ ലോങ്ങിലേക്കായിരിക്കില്ല പോവാൻ, ഞാൻ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പ് ചാടിക്കാവും. താൻ ചാവാതിരിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം ശ്രീമാന്റെ വിസ്താരമാണ്. കഥകൾ പറയണമെങ്കിൽ ഒരുപാടുണ്ട്, ഞാനത് മാറി ചെയ്യുന്നില്ല. പൊന്നാണ് ഉടനെ വാങ്ങിച്ചോ സ്റ്റേജ് കൊടുക്കാനാ ഉണ്ടുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ടുള്ളത് സിനിമ വന്നിട്ട് ഇത്രയും വർഷങ്ങളിലേക്ക് എന്റെ കൂടെ അഭിനയിച്ചത് നമ്മുടെ അമ്മയിലെ ഫോട്ടോസ് നോക്കിയാൽ തന്നെ 104 പേര് വെച്ചു. എന്നെ വെച്ച് പടം എടുത്തത് ഡയറക്ടർ പ്രൊഡക്ഷൻ പൈസ 2000 പേര് വെച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ കൊണ്ടുപോകാതെ ദൈവം തട്ടിപ്പിടിക്കും പടമായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ചാരിതാർത്ഥ്യം ബഹുമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ആദരിക്കുന്നത്. വൈഫും 2 മക്കളുണ്ട്. പക്ഷെ ആ മാലക ഇല്ല. 50 പടം അഭിനയിച്ചാണ് ചിലവഴിയെ കൊണ്ടുവരുന്നൊന്നും പറയത്തില്ല. ഇന്നാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. 2 മണിക്കൂർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് 5 മിനിറ്റ് നിർത്താൻ പോയിരിക്കണം. താങ്ക് യു.
എന്തായാലും നമ്മൾ ഈ ആദരവുകൾ അടുത്ത വർഷം അദ്ദേഹത്തിന്റെ 50-ാം വർഷം നമ്മൾ തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നത് ചെറിയ രീതിയിൽ വലിയ ആഘോഷമാണ് വലിയ രീതിയിലൊരു ആഘോഷം നമ്മൾ എന്തായാലും ചെയ്തത്. തുടങ്ങിയ എന്റെ സിനിമാ ജീവിത യാത്ര ഇപ്പോഴും നിർമ്മാണം തുടരുകയാണ്. 29ാമത്തെ വർഷം ഈ IFFKയിൽ ഇവിടെ വീണ്ടും തുടരുകയാണ് എന്റെ യാത്ര. രാജീവ് നമ്മളെല്ലാം ഭാവിച്ചു വരാൻ പറ്റാത്ത അസൗകര്യമാണ്. കഴിഞ്ഞ ദിവസം മുമ്പ് ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് വീട്ടിൽ വിശ്രമിക്കാൻ ആളുകൾ വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ജോസ് തോമസ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പോലീസ് അസോസിയേഷൻ മെമ്പറാണ്. പക്ഷെ ഒരിക്കലും എന്നെ ആദരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ആളുകളെന്ന് വിളിക്കുന്ന രാജീവ്നാഥ് സാറിന്റെ ഈ ഉപഹാരം ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരമുണ്ടായത് ഞാൻ ഹൃദയപൂർവ്വം അസോസിയേഷൻ നന്ദി പറയുന്നു. സുരേഷ് കുമാർ, രാകേഷ് അവസരത്തിൽ ബാക്കി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. കാരണം ഞാൻ ഇവിടെ ചുമതലയേൽക്കുന്നത് സമരസ്ഥാർ ചെയർമാനായിട്ടിരിക്കുകയാണ്. അതിനുശേഷം ശ്രീ രഞ്ജിത്ത്, ശ്രീ സുരേഷ്കുമാർ, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത ഈ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് IFFK കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എന്റെ പിന്നിൽ നിൽക്കുന്ന നൽകിയ നിസ്സീമമായ സഹകരണം കൊണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മ പോലും IFFK വേണ്ടി സൃഷ്ടിച്ചു തന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. ഇത് എക്കാലവും മനസ്സിൽ സൂക്ഷിക്കണമെന്നായിട്ട് നമുക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ ബാർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ